ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 തന്നെ മറ്റൊരു പ്രോബ്ലമാണ്. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. പക്ഷേ ചെറിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റും കൂടെ ചെയ്ത് നോക്കുക. റിഡംഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. മൂൺ ലൈറ്റ് ഹാസ് ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ്. ഏതാണ് ബാലൻസ് ഷീറ്റ്? ആസ് ഓൺ 31st March 2026. അസറ്റ് തന്നിട്ടുണ്ട്. നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റിൽ 8 ലക്ഷം രൂപ, കറണ്ട് അസറ്റിൽ 2 ലക്ഷം രൂപ, ടോട്ടൽ 10 ലക്ഷം രൂപ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, അതിൽ ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. 30,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 20 ഈച്ച് ഫുള്ളി പെയ്ഡും 6% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് 2,500 ഷെയർസ് ആണ്, 40 ഈച്ച്. പിന്നെ അതർ ഇക്വിറ്റി ഉണ്ട്. അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അത് റീറ്റെയിൻഡ് ഏണിങ്സ് ആണ്. റീറ്റെയിൻഡ് ഏണിങ്സ് 10,000 രൂപ ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് 10,000 ഉണ്ട്. സെക്യൂരിറ്റി പ്രീമിയം 15,000 ഉണ്ട്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് 25,000 ഉണ്ട്. ജനറൽ റിസർവ് 30,000 ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,20,000 ഉണ്ട്. കറണ്ട് ലയബിലിറ്റി 1 ലക്ഷം ഉണ്ട്. ടോട്ടൽ ഈ എല്ലാ അസറ്റുകളും കൂടെ ചേർക്കുമ്പോൾ 10 ലക്ഷം രൂപ വരുന്നുണ്ട്. ഓൺ 1st April 2026, the board of directors decided to redeem the preference shares at a 10% premium. അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ നമ്മുടെ കയ്യിലുണ്ട്. ആ റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിനെ 10% പ്രീമിയത്തിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? റെഡീം ചെയ്ത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇത് അവിടെ എത്രയാണ്? 1 ലക്ഷം രൂപ. അത് 10% പ്രീമിയം എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ വില. അതിൻ്റെ 10% പ്രീമിയം 10,000 രൂപ. അപ്പോൾ തിരിച്ചവർക്ക് 1,10,000 നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ, അത് മനസ്സിലാക്കുക. ബൈ യൂട്ടിലൈസേഷൻ ഓഫ് റവന്യൂ, പ്രോഫിറ്റ് ആൻഡ് ബാലൻസ് ഫ്രം P&L. റവന്യൂ, പ്രോഫിറ്റും അതുപോലെ തന്നെ പിന്നെ ബാലൻസ് P&L നിന്ന് എടുത്തിട്ടുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റവന്യൂ, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ടും ജനറൽ റിസർവും പിന്നെ ബാലൻസ് ഫ്രം P&L എന്ന് പറഞ്ഞ് ബാലൻസ് എമൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ബുക്ക് ചെയ്തത് ഡയറക്റ്റ് P&L എന്നുള്ള എമൗണ്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ്. കാരണം ഇവിടെ 1 ലക്ഷം നമുക്ക് ഫേസ് വാല്യൂ ആവശ്യമുള്ളൂ. ആ 1 ലക്ഷം എന്തായാലും ഇവിടെ P&L ഉണ്ട്. അപ്പോൾ ആ നിലക്ക് നമുക്കും എന്ത് ചെയ്യുക? P&L വെച്ച് എന്ത് ചെയ്യുക? ചെയ്തു പോകുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് ഈക്വലൈസേഷനും ജനറൽ റിസർവൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനെന്തായാലും പ്രോബ്ലത്തിലേക്ക് പോവാണ്. മൂൺ ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളല്ലേ? മൂൺ ലിമിറ്റഡ് അല്ലേ ക്വസ്റ്റ്യൻ പേര് പറഞ്ഞത്, കമ്പനിയുടെ. അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ജേണൽ എൻട്രി ആണ് കൊടുക്കേണ്ടത്. സൊല്യൂഷനിൽ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ്, അതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. ഞാൻ ഇതിലൊന്ന് കാണിക്കാം. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് മൂൺ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് എന്ത് ചെയ്യാം? പോവാം. ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇതെന്തിനാടാ ഈ ഒരു എമൗണ്ട്? ഇത് നമുക്കറിയാം. എന്താണോ നമ്മൾ റെഡീം ചെയ്യുന്നത്, പ്രോഫിറ്റ് എന്നാണ് റെഡീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ 1 ലക്ഷം രൂപ നിർബന്ധമായും CRRലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആ ജേണൽ എൻട്രിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എമൗണ്ട് കോളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുക.
ഓക്കെ. അപ്പോൾ എമൗണ്ട് കോളത്തിൽ പി ആൻഡ് എൽ 1,20,000 ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ 1,00,000 നമുക്ക് ഡയറക്റ്റായിട്ട് പി ആൻഡ് എല്ലിൽ നിന്ന് എടുക്കാം. അപ്പോൾ എന്തായി മാറി? റിഡംഷന് വേണ്ടിയിട്ടുള്ള CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് നമുക്ക് നരേഷൻ ഇവിടെ കൊടുക്കുക. ട്രാൻസ്ഫർ ടു CRR ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത എൻട്രി എന്താണ്? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു എൻട്രി ഉണ്ട്. അതെന്താണ്? പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒരു എമൗണ്ട് പ്രീമിയം ഓൺ റിഡംഷനിലേക്ക് മാറ്റണം. അപ്പോൾ അടുത്ത ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ. എത്ര? 10,000 അല്ലേ അഡീഷണലി കൊടുക്കുന്നത്. അപ്പോൾ 10,000, ഇവിടെയും 10,000. ഓക്കെ, നരേഷൻ കൊടുക്കണം. എന്താണ്? റിഡംഷൻ പ്രൊവൈഡർ എന്ന് കൊടുത്താൽ മതി. റിഡംഷൻ പ്രീമിയം പ്രൊവൈഡഡ്. ഇനി നമുക്ക് ഷെയർ റെഡീം ചെയ്യാൻ പോവാണ്. അതിൻ്റെ ജേണൽ എൻട്രിയാണ് എഴുതാൻ പോകുന്നത്. ഷെയർ റെഡീം ചെയ്യുമ്പോൾ നമുക്ക് എന്താ ജേണൽ എൻട്രി വരിക? 1,10,000 ഷെയർ ഹോൾഡർക്ക് കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 6% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്ര വരിക? 1,00,000. 1,00,000 കൊടുത്താൽ മതിയോ? പ്രീമിയം കൂടെ കൊടുക്കണ്ടേ? അപ്പോൾ പ്രീമിയം ഇവിടെ ഓൾറെഡി ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്നു, അത് കൊടുക്കാൻ നിൽക്കുകയാണ്. പ്രീമിയം ഓൺ റിഡംഷൻ എത്ര? 10%, അതായത് 10,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എത്ര? അവർക്ക് 1,10,000 കൊടുക്കണം. അപ്പം അതെന്താണ്? ഇത് എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നരേഷനൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായി കൊടുക്കുക. ഇനി അവർക്ക് ആ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി എന്താ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കേണ്ടി വരുന്നത്? 1,10,000. പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുക? എഴുതുക. നമ്മുടെ എന്ത് കഴിഞ്ഞടാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ജേണൽ എൻട്രീസ് കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നല്ലപോലെ ശ്രദ്ധിക്കുക. ഞാനത് കൃത്യമായി എഴുതി തന്നെ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിന് ഹെഡിങ് കൊടുക്കുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്താണ്? 1st
ഏപ്രിൽ 2026. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഇതിനല്ലേ ഇത് സെലക്ട് ചെയ്ത് തീരുമാനം എടുത്തത്, അതുകൊണ്ട് ഒന്നിനുള്ള ബാലൻസ് ഷീറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് കൊടുക്കുക. പർട്ടിക്കുലേഴ്സ്, നോട്ട്സ്, എമൗണ്ട്. ഇതുണ്ടാവുക. എന്നിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ തുടക്കം അസറ്റ്സ് എത്രയുള്ളത്? അസറ്റ്സ് നമുക്ക് നോക്കാം. അസറ്റ്സ് ടോട്ടൽ നമുക്ക് വരുമ്പം അതിൽ നോൺ കറൻറ്റ് അസറ്റാണ് ഫസ്റ്റ് വരേണ്ടത്. അതിൽ ഒന്നാമത്തത് നോൺ കറൻറ്റ് അസറ്റ്. നോൺ കറൻറ്റ് അസറ്റ് നോക്കുക. പഴയ ബാലൻസ് ഷീറ്റ് എടുക്കുക. പഴയ ബാലൻസ് ഷീറ്റിൽ നോൺ കറൻറ്റ് അസറ്റ് 8 ലക്ഷം ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ 8 ലക്ഷം അതുപോലെ തന്നെ എഴുതുക. ഓക്കെ. രണ്ടാമത്തത് ഇതിൽ വന്ന് എന്തായിരുന്നു കറൻറ്റ് അസറ്റ്. അതിൽ ക്യാഷ് അറ്റ് ബാങ്ക് 2 ലക്ഷം. അപ്പോൾ നമ്മൾ രണ്ടാമത് കറൻറ്റ് അസറ്റ് അതിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഇത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഈക്വിവലൻസ് എത്ര വരിക, അത് എഴുതാൻ നമുക്കൊരു നോട്ടുണ്ട്. ആ നോട്ടിൽ നമ്മൾ ഇടും. നോട്ട് നമ്പർ 1 കൊടുക്കുക. 90,000 വരിക. അതെങ്ങനെ മനസ്സിലായത്? അത് 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അതിൽ 10,000 കൊടുത്തല്ലോ. ഇത് 90,000 1,10,000 കൊടുത്തില്ലേ, അങ്ങനെയാണ് 90,000 ആയത്. നോട്ട് വരുമ്പോൾ നോട്ടിൽ കൃത്യമായിട്ട് ഇത് രേഖപ്പെടുത്തും വേണം. അപ്പോൾ ഇനി ഒന്നുമില്ല അല്ലേ, അസറ്റ് സൈഡിൽ ഇനി നേരെ ടോട്ടൽ അസറ്റ് ആയിരുന്നു 10 ലക്ഷം. ടോട്ടൽ അസറ്റ്സ് ഇവിടെ നേരത്തെ 10 ലക്ഷം ആണെങ്കിൽ ഇപ്പം അത് എത്രയായി മാറി? 8,90,000 മാറി. 8,90,000 അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ലയബിലിറ്റി സൈഡ്. പക്ഷേ ലയബിലിറ്റി സൈഡിന് എഴുതുക ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്നാണ്. ഇക്വിറ്റി ആൻഡ് അപ്പോൾ ഒന്നാമത്തെ ഇക്വിറ്റി, അതിൽ എന്താണ് ഇക്വിറ്റിയാണ് വരിക. ഒന്നാമത്തത് ഇക്വിറ്റിയാണ് വരിക. അതിൽ ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ. ഈ ഫോർമാറ്റ് കറക്റ്റ് മനസ്സിലാക്കുക. ഷെയർ ക്യാപിറ്റൽ നമ്മൾ നോട്ട് 2 കൊടുക്കണം. ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ നമുക്കറിയാം എന്താണ്, നേരത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉണ്ടായിരുന്നത്, ഇതും അതേപോലെ തന്നെ ഇതും ഉണ്ടായിരുന്നു. മൊത്തം 7 ലക്ഷം ഉണ്ടായിരുന്നു. ഇപ്പം 6 ലക്ഷമേ ഉള്ളൂ. അപ്പം മറ്റേത് എന്ത് ചെയ്തു, റെഡീം ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ തൽക്കാലം ഇവിടെ നമ്മൾ 6 ലക്ഷം കൊടുക്കുക. നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഓക്കെ. ഇനി നോട്ട് എന്ത് വരണം? ഇനി വരുന്നത് അതർ ഇക്വിറ്റി. അതിലാണ് റീറ്റെയിൻഡ് ഏണിങ്സ്, റിസർവുകളൊക്കെ വരിക. അതർ ഇക്വിറ്റിക്ക് നമുക്ക് നോട്ട് വേണം. നമ്മൾ നോക്കുക, നോട്ട് മുമ്പായിട്ട് അതർ ഇക്വിറ്റി എന്തൊക്കെ ഉണ്ടായിരുന്നു? ക്യാപിറ്റൽ റിസർവ് അത് ഇപ്പോഴുണ്ട്. 15,000 സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. ഡിവിഡൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ റിസർവ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ശ്രദ്ധിക്കുക. അത് 1 ലക്ഷം രൂപ നമ്മൾ CRRലേക്ക് മാറ്റി. പിന്നെ 10,000 നമ്മൾ റിഡംഷനും കൊടുത്തു. അപ്പോൾ ഇനി 1,20,000 ഉണ്ടാവില്ല, അവിടെ 1 ലക്ഷം ഉണ്ടാവുള്ളൂ. 10,000 ഉണ്ടാവുള്ളൂ. അതിന് പുറമെ ഇവിടെ പുതിയൊരു റിസർവ് വന്നിട്ടുണ്ട്, CRR. ഓക്കെ. എത്ര? 1 ലക്ഷം രൂപ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 10,000 ആയി മാറും.
CRR എന്ന് പറഞ്ഞാൽ പുതിയ റിസർവ് വരും ചെയ്യും. ഇതാണുള്ളത്. അപ്പം അൾട്ടിമേറ്റ്ലി ഒരു 10,000 അവിടുന്ന് നമ്മുടെ ടോട്ടൽ റിസർവ് നിന്ന് മാറുക. നമുക്കെന്തായാലും അതിൻ്റെ നോട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫിഗർ കൃത്യമായി എഴുതുക, എന്നിട്ട് ശരിയാക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ നോൺ കറൻറ്റ് ലയബിലിറ്റിയാണ് വരിക. നോൺ കറൻറ്റ് CU എന്നാണ് കറൻറ്റ് ലയബിലിറ്റീസ്. നോൺ കറൻറ്റ് ലയബിലിറ്റി എത്രയാണുള്ളത്? നോൺ കറൻറ്റ് ലയബിലിറ്റി വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ നോൺ കറൻറ്റ് ലയബിലിറ്റി ഉള്ളത്? നോൺ കറൻറ്റ് ലയബിലിറ്റി ഒന്നുമേ ഇല്ല അല്ലേ? ഇല്ല. നേരെ കറൻറ്റ് ലയബിലിറ്റിക്കാണ് പോയത്. അപ്പോൾ നമുക്ക് 3 കൊടുക്കാം. 3 കറൻറ്റ് ലയബിലിറ്റി. കറൻറ്റ് ലയബിലിറ്റിയിൽ ക്വസ്റ്റ്യനിൽ തന്നത് 1,00,000 ഉണ്ട്, വേറൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കറൻറ്റ് ലയബിലിറ്റി 1,00,000 കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പം ബാലൻസ് ഷീറ്റ് സ്വാഭാവികമായിട്ടും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവാൻ വേണ്ടി സ്വാഭാവികമായിട്ടും 8,90,000 ഇവിടെയും വരും. അസറ്റ് 8,90,000 ആണെങ്കിൽ ലയബിലിറ്റിയും. പക്ഷേ നമ്മളത് ഫുള്ളായിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നമ്മൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നോട്ട് ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ ആൻസർ വന്നു. ഇനി നോട്ട്സ് ടു അക്കൗണ്ട്സിലേക്ക് പോവാണ്. നോട്ട് എന്താണ്? നോട്ട് ഓരോന്നായിട്ട് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക. നമുക്ക് നോട്ട് വരുന്നത് എന്താണ്? ഹെഡിങ് കൊടുക്കുക, നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇതിന് താഴെ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇതിൽ ഒന്നാമത്തെ നോട്ട് എന്തായിരുന്നു? നോക്കൂ. ഒന്ന് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് എന്താണ് എന്നുള്ളതാണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വിവലൻസ്, അതാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. അതിൽ ക്യാഷ് അറ്റ് ബാങ്ക്, അതിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റിൽ ക്യാഷ് അറ്റ് ബാങ്ക് എത്രയുണ്ട്? 2,00,000 രൂപ ഉണ്ടായിരുന്നു. അതിൽ 1,10,000 നമ്മൾ കൊടുത്തു. ബാലൻസ് എത്രയുള്ളത്? 90,000. അപ്പോൾ ഒന്നാമത്തെ നോട്ട് കഴിഞ്ഞു. രണ്ടാമത്തത് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ നോട്ട് നമ്മളിവിടെ എഴുതുന്നു. എന്താണ്? ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്താ? ഷെയർ ക്യാപിറ്റലിൽ ഇഷ്യൂഡ് ആണ്, അതേപോലെ തന്നെ സബ്സ്ക്രൈബ്ഡ് ആണ്, അതുപോലെ തന്നെ ഫുള്ളി പെയ്ഡുമാണ്. ഫുള്ളി പെയ്ഡ്. അത് എത്ര? അതിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ നോക്കൂ. 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 20 ഈച്ച്. അപ്പോൾ ഇവിടെ താഴെ 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹20 ഈച്ച്. അപ്പോൾ എത്ര വരും? 6,00,000. ഇനി മൂന്നാമത്തെ നോട്ട് നമുക്കറിയാം. അതർ ഇക്വിറ്റി റീറ്റെയിൻഡ് ഏർണിംഗ്. അതിൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടെത്തണം. അതർ ഇക്വിറ്റീസ്. അതർ ഇക്വിറ്റി അതിൽ നോക്കുക. ക്വസ്റ്റ്യനിൽ തന്നെ ഇതൊക്കെ നോക്കുക. ഫസ്റ്റ് ഉള്ളത് ക്യാപിറ്റൽ റിസർവ് ആണ്. അതിനൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ. ഇത് മൂന്നും ഒന്നിച്ച് ചെയ്താൽ ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ, ജനറൽ റിസർവ്. ഇത് മൂന്നും ശ്രദ്ധിക്കുക. എമൗണ്ട് 15, 10, 15, 25, 30. 10, 15, 25, 30 ആ ഓർഡറിൽ തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഏതാ വരുന്നത്? ഫസ്റ്റ് ക്യാപിറ്റൽ റിസർവ് എത്രയാണ്? 10,000. രണ്ടാമത്തത് സെക്യൂരിറ്റി പ്രീമിയം. എത്ര? 15,000. മൂന്നാമത്തത് ഡിവിഡൻഡ് ഈക്വലൈസേഷൻ. എത്ര വരുന്നത്?
25,000. പിന്നെ ഏതാ വരുന്നത്? ജനറൽ റിസർവ് 30,000. ഇത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് പുതിയത് വന്നതാ, നമ്മൾ CRRലേക്ക് മാറ്റിയില്ലേ 1,00,000, അത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 10,000. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പം 25, 50, 50, 80, 80, 180, 1,90,000. 1,90,000 ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? 1,90,000 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇതാ 8,90,000 തന്നെ എന്ത് ചെയ്തു വന്നിട്ടുണ്ട്. കൃത്യമായി നോക്കി നമ്മുടെ ഇത് ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പം നോട്ട് എന്ത് ചെയ്യുക, ഫോർമാറ്റൊക്കെ കറക്റ്റ് ഭംഗിയാക്കി തന്നെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, വരച്ചൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ആൻസർ വരിക കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക.